ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 12th ചാപ്റ്റർ അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഇന്നോവേറ്റീവ് ട്രെൻഡ്സ് എന്ന പാഠഭാഗത്തിലെ 205 തുടങ്ങി 210 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. ദിസ് വീഡിയോ മെയിൻലി ഡിസ്കസസ് അബൌട്ട് ദി അഗ്രികൾച്ചറൽ മാർക്കറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്സ് ആൻഡ് ദി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. ഓരോന്നും ക്വസ്റ്റൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. Question number 21. What are agroparks? Agroparks എന്നാൽ എന്താണ്? Agroparks are agricultural product processing centers in Kerala. They ensure farmers' income by converting agricultural products into value-added products. കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന സംസ്കരണ വേദികളാണ് അഗ്രോ പാർക്കുകൾ. കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത വസ്തുക്കളാക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം ഉറപ്പാക്കുന്നു. നെക്സ്റ്റ് വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അഗ്രികൾച്ചറൽ മാർക്കറ്റ്. കാർഷിക വിപണിയെക്കുറിച്ച് ചുരുക്കി വിശദീകരിക്കുക. Answer. It is a system for buying and selling agricultural products. The main objectives are to enable primary producers to earn the best possible income and to provide fair prices while maintaining the quality of agricultural products. കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് കാർഷിക വിപണി. സാധ്യമായ ഏറ്റവും മികച്ച വരുമാനം ലഭിക്കുന്നതിന് പ്രാഥമിക ഉൽപ്പാദകരെ പ്രാപ്തരാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് ന്യായമായ വില ലഭ്യമാക്കുക എന്നിവയാണ് കാർഷിക വിപണിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നെക്സ്റ്റ് വൺ, വേർ ഡു അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആർ ടേക്കൺ ഫോർ സെയിൽ. കാർഷിക ഉൽപ്പന്നങ്ങൾ എവിടെയാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്നത്? ആൻസർ. ഫസ്റ്റ് പോയിന്റ്, ടു ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, കർഷക ഉൽപ്പാദന സംഘങ്ങളിലേക്ക്. ടു റീറ്റെയിൽ ട്രേഡേഴ്സ്, ചില്ലറ വ്യാപാരികൾക്ക്. ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങളിലേക്ക്. ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ്, നേരിട്ട് ഉപഭോക്താക്കളിലേക്ക്. ടു ഡിജിറ്റൽ മാർക്കറ്റ്സ്, ഡിജിറ്റൽ വിപണിയിലേക്ക്. ഫോർ എക്സ്പോർട്സ്, കയറ്റുമതിക്ക്. ദെൻ ലാസ്റ്റ് വൺ, ടു അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ്, കാർഷികാധിഷ്ഠിത വ്യവസായങ്ങളിലേക്ക്. നെക്സ്റ്റ് വൺ, റൈറ്റ് എ നോട്ട് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്സ് ഇൻ ദി അഗ്രികൾച്ചറൽ സെക്ടർ. കാർഷിക മേഖലയിൽ കാർഷിക വിപണികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. ആൻസർ. ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് ദ ഫാമർ ടു ഗെറ്റ് എ ഫെയർ പ്രൈസ് ഫോർ ഹിസ് പ്രൊഡക്ട്സ്. To provide fair prices while maintaining the quality of agricultural products, an efficient agricultural market is essential in agricultural sector. കർഷകന് തൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുക എന്നത് അയാളുടെ അവകാശമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് ന്യായമായ വില നൽകുന്നതിന് കാർഷിക മേഖലയിൽ കാര്യക്ഷമമായ ഒരു കാർഷിക വിപണി അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്സ്. വിവിധ തരം കാർഷിക വിപണികൾ ഏതൊക്കെയാണ്? ആൻസർ. Agricultural markets are classified into two categories, organized and unorganized agricultural market. Organized agricultural markets are those that operate according to the rules and regulations of the government. They operate mainly according to the APMC rules. Unorganized agricultural markets are those that operate without a specific structure. സംഘടിത കാർഷിക വിപണി എന്നും അസംഘടിത കാർഷിക വിപണി എന്നും കാർഷിക വിപണിയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നവയാണ് സംഘടിത കാർഷിക വിപണികൾ. പ്രധാനമായും APMC നിയമങ്ങൾക്കനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രത്യേക ഘടനയില്ലാതെ പ്രവർത്തിക്കുന്നവയാണ് അസംഘടിത കാർഷിക വിപണികൾ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി, APMC? Answer. The APMC is a board set up by the state governments of the country to protect farmers from exploitation by large-scale and retail traders. വൻകിട ചില്ലറ വ്യാപാരികളുടെ ചൂഷണത്തിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്ഥാപിച്ച മാർക്കറ്റിംഗ് ബോർഡാണ് APMC. നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ റൂറൽ പ്രൈമറി മാർക്കറ്റ്സ്. ഗ്രാമീണ പ്രാഥമിക വിപണികളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ആൻസർ. റൂറൽ പ്രൈമറി മാർക്കറ്റ്സ് ആർ മാർക്കറ്റ്സ് വെർ ഫാമേഴ്സ് ഡയറക്ട്ലി സെൽ ദെയർ പ്രൊഡ്യൂസ് വിത്തൗട്ട് ഇൻ്റർമീഡിയറീസ്. They are centered in small villages and are a mechanism of exchange between individuals in the village as main sellers and consumers. Markets meet once or twice a week in open areas. Example, village markets, hats. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തിക്കുന്ന വിപണികളാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ. ചെറിയ ഗ്രാമങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതും ഗ്രാമത്തിലെ വ്യക്തികൾ പ്രധാന വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമായുള്ള കൈമാറ്റ സംവിധാനമാണ് ഗ്രാമീണ പ്രാഥമിക വിപണികൾ. വിപണികൾ ആഴ്ചയിൽ 1-2 തവണ തുറസായ സ്ഥലങ്ങളിലാണ് കൂടുന്നത്. ഉദാഹരണം ഗ്രാമീണ ചന്തകൾ, ഹാറ്റുകൾ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ഹാറ്റ്സ്? ഹാറ്റ്സ് എന്നാൽ എന്താണ്?
Hats are markets where producers, intermediaries and consumers of a village gather to buy and sell agricultural products. ഒരു ഗ്രാമത്തിലെ ഉൽപ്പാദകർ, ഇടനിലക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒത്തുകൂടുന്ന വിപണികളാണ് ഹാറ്റുകൾ. നെക്സ്റ്റ് വൺ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹോൾസെയിൽ മാർക്കറ്റ്സ്. മൊത്ത വ്യാപാര വിപണികളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. ആൻസർ: These are markets operating in cities associated with agricultural areas. The agricultural products are brought here by the farmers who produce them. Trade here takes place between rural farmers and wholesale traders. Goods from other markets also brought here. Example, mandis. കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ട് നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന വിപണികളാണിവ. ഉൽപ്പാദകരായ കർഷകർ തന്നെയാണ് ഇവിടേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത്. ഗ്രാമീണ കർഷകരും മൊത്ത വ്യാപാരികളും തമ്മിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. മറ്റ് വിപണികളിൽ നിന്നും ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കാറുണ്ട്. ഉദാഹരണം, മണ്ടികൾ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ മണ്ടീസ്? Mandis are permanent wholesale markets in district headquarters and other towns for daily transactions. ജില്ലാ ആസ്ഥാനങ്ങളിലും മറ്റു പട്ടണങ്ങളിലും ദൈനംദിന ഇടപാടുകൾക്കുള്ള സ്ഥിരമായ മൊത്ത വ്യാപാര വിപണികളാണിവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്? കാർഷിക വിപണി നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ആൻസർ: ഫസ്റ്റ് പോയിന്റ്, ഇൻആഡിക്വേറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഗതാഗത സൗകര്യങ്ങളുടെ അപര്യാപ്തത. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ആക്സസ് ടു ലോൺസ്. വായ്പകളുടെ ലഭ്യത കുറവ്. ഇൻസഫിഷ്യൻറ്റ് മാർക്കറ്റ് ഇൻഫോർമേഷൻ. വിപണി വിവരങ്ങളുടെ അപര്യാപ്തത. ഇൻആഡിക്വേറ്റ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്. സംഭരണശാലകളുടെ അപര്യാപ്തത. ദെൻ ഇമ്പോർട്ട് പോളിസീസ്. ഇറക്കുമതി നയങ്ങൾ. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ്. ഇടനിലക്കാരുടെ ചൂഷണം. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.